സുവർണ കഥകളിലേക്ക് സ്വാഗതം. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിലയുള്ളവരാണല്ലോ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യം. ഷാംപെയിൻ, ഷാംപെയിൻ മാത്രം, ബെന്നി പറഞ്ഞു. ഷാംപെയിൻ ആയാലും അധികമാകേണ്ട. ശബ്ദം കടുപ്പിക്കാതെ സോയയുടെ ശാസന. അടുത്ത നിമിഷത്തിൽ പോളി ഇടപെട്ടു. ഞാൻ നോക്കിക്കോളാം. അതിനോടുള്ള തൻ്റെ പ്രതികരണം അമർത്തിയുള്ള 2 മൂളലിലും സൗഹൃദപൂർവമല്ലാത്ത ചെറിയൊരു ചിരിയിലും ഒതുക്കി സോയ. അത് ഗൗനിക്കാതെ പോളി ബെന്നിയുടെ ഒപ്പമെത്താൻ ആഞ്ഞു നടന്നു. എന്തൊരുത്സാഹം അല്ലേ? റോസക്കുട്ടി നോട്ടം കൊണ്ട് അവരെ പിന്തുടർന്നു. സന്ധ്യയോടെ പള്ളിയിൽ നടന്ന മനസമ്മത ചടങ്ങിനു ശേഷമുള്ള വിരുന്നാണ്. റിസോർട്ടിന്റെ ലോണിൽ ഒരറ്റത്തായി താൽക്കാലിക ഉപയോഗത്തിനുള്ള പബ്. ഇതിനോടകം തന്നെ അവിടെ ആള് കൂടിയിട്ടുണ്ട്. ഏത് പരുവത്തിലാകും വരികയെന്നറിയില്ല. വണ്ടി ഓടിക്കേണ്ടത് അങ്ങേരാ. ബെന്നിച്ചന് പ്രശ്നമില്ല, ടീച്ചർ ഓടിച്ചോളുമല്ലോ. റോസക്കുട്ടി വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ? പഠിച്ചുകൂടായോ? എളുപ്പമുള്ള കാര്യമാണോ? അങ്ങേര് പഠിപ്പിക്കാൻ ശ്രമിച്ച് തോറ്റു. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തു. എന്നിട്ടെന്തേ? എന്നെ കൊണ്ട് പറ്റില്ലെന്നേ. 2 എണ്ണം അടിച്ചാൽ ധൈര്യം കിട്ടുമോ ആവോ? പരീക്ഷിക്കാവുന്നതാണ്. എന്തോന്നെന്ന ചോദ്യമുണ്ടായി ജ്വല്ലറി ഉടമയായ ഗീവർഗീസിൽ നിന്ന്. പബ് പ്രാപിക്കാനുള്ള തിടുക്കത്തിനിടയിലും ഒരു ജിജ്ഞാസ. സോയയുടെ വിശദീകരണത്തോടെ ലാഘവമായി. എന്തിനു വൈകിക്കണം? അയാൾ സോയയെയും റോസക്കുട്ടിയെയും പബ്ബിലേക്ക് ക്ഷണിച്ചു. ബെന്നിയും പോളിയുമൊത്ത് അയാൾ ചീട്ടു കളിക്കാറുണ്ട്. വളരെ അടുപ്പമാണ്. ജീവിത പങ്കാളികളെ ഒപ്പം ചേർക്കാതെ പിറകിൽ ഉപേക്ഷിച്ചു പോയത് അവരുടെ തെറ്റ്. വിരുന്നിന്റെ ഭാഗമായുള്ള പബ് സ്ത്രീജനത്തിനും അവകാശപ്പെട്ടതാണ്. വേണ്ടായേ, റോസക്കുട്ടി പറഞ്ഞു. ഞങ്ങൾ ഇവിടെ കാത്തു നിൽപ്പുണ്ടെന്ന് അവരെ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഉപകാരമാവും. 2 പേർക്കും ഈയിടെയായി വലിയ മറവിയാ. എനിക്കുമുണ്ട് കുറേശ്ശെ. അതു സാരമില്ല, ചെന്ന ഉടനെ ഓർമ്മിപ്പിക്കാം. മറക്കാൻ കുറച്ച് സമയമെടുക്കും. സോയയും റോസക്കുട്ടിയും ചിരിച്ചു. ഗീവർഗീസ് പോയി. അവര് വരുവോളം നമ്മൾ 2 പതിവ്രതകള് വിശപ്പ് സഹിക്കണോ? റോസക്കുട്ടി സോയയുടെ അഭിപ്രായം ആരാഞ്ഞു. വേണ്ടാന്നാ തോന്നുന്നേ. എങ്കിൽ പിന്നെ നേരം കളയാതെ ആഹാരത്തെരുവിലൂടെ പയ്യെ നടക്കാം. ആഹാരത്തെരുവെന്ന് റോസക്കുട്ടി പേരു ചാർത്തിയ ഭാഗത്ത് തീച്ചൂടയേറ്റുകൊണ്ട് നിരവധി പാത്രങ്ങൾ. അവയ്ക്കപ്പുറം യൂണിഫോം ധരിച്ച വിളമ്പുകാർ. റാഗിയുടെയും അരിപ്പൊടിയുടെയും പുട്ട് ചുടുന്നതിലും അപ്പപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി ആവശ്യക്കാർക്ക് നൽകുന്നതിലും ചൂരയുടെയും നെയ്മീൻ്റെയും തുണ്ടങ്ങൾ വറുത്തെടുക്കുന്നതിലും വ്യാപൃതരാണ് പാചകക്കാർ. കുടംപുളിയിട്ട വരാലുകറിയും ചെട്ടിനാട് ചിക്കനും താറാവ് മപ്പാസും പച്ചമാങ്ങ ചേർത്ത കിളിമീൻ കറിയും നത്തോലിപ്പീരയും മുന്നേ ഒരുക്കപ്പെട്ട വിഭവങ്ങളായുണ്ട്. ഒരു സവിശേഷ വിഭവമായി പോർക്കും കൂർക്കയും. തീർന്നില്ല. പുലാവ്, ഹൈദരാബാദി ദം ബിരിയാണി, നൂഡിൽസ്. ആഹാരത്തെരുവിൽ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. പലർക്കും കാലിടറി. നിഴലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി. ചിലരുടെ കണ്ണുകളിൽ വെളിച്ചം ചെന്നു തറച്ചു. വീട്ടിൽ പോകാതെ റിസോർട്ടിലെ ഒരു ആഡംബര മുറിയിൽ രാപ്പാർക്കാമെന്ന തീരുമാനം കൈക്കൊണ്ട റോസക്കുട്ടി സോയയുടെ കാതിൽ അടക്കം പറഞ്ഞു. സ്ഥലം മാറിയാല് പുള്ളിക്കാരന് നല്ല മൂടാ. ഷേ, ഒന്ന് പോയേ. സോയ ഒരു ചുവട് പിറകോട്ട് മാറി. ഇഷ്ടംപോലെ മുറികളുണ്ട്, വെളുപ്പിന് പോയാൽ പോരെ. ചുമ്മാ കണകുണ പറയല്ലേ, മക്കള് കാത്തിരിക്കുന്നുണ്ട്. ഓ. സോയ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇടതുവശത്തായി ചാരിയിരുന്ന ബെന്നി പാതി മയക്കത്തിലെന്നോണം പറഞ്ഞു. ഞാൻ ഷാംപെയിനെ കഴിച്ചുള്ളൂ, ഷാംപെയിൻ മാത്രം. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വിധിയാംവണ്ണം ലൈസൻസ് നേടിയെന്നാലും ആദ്യമൊക്കെ സോയ വളരെ അധീരയായിരുന്നു. തൊട്ടടുത്തായി ബെന്നിയില്ലാതെ ഒറ്റയ്ക്ക് വണ്ടിയെടുക്കാൻ തുനിഞ്ഞിരുന്നില്ല. ബെന്നി അരികിലുണ്ടായിട്ട് പോലും ചെറിയ ചില അപകടങ്ങളിൽ ചെന്നുപെട്ടു. ഉരസലുകളെ തുടർന്നുണ്ടായ പോറലുകൾ മായ്ച്ചു കളയാൻ കൂടെ കൂടെ പോകേണ്ടി വന്നു. മുന്നിലുണ്ടായിരുന്ന ഒരു പിക്കപ്പ് വാൻ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ പിറകിൽ വന്നിടിച്ചതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഗിയർ മാറ്റാൻ മറന്ന് കയറ്റത്തിൽ എഞ്ചിൻ ഓഫായ സന്ദർഭങ്ങൾ കുറച്ചൊന്നുമല്ല. പല മോഡിയിലുള്ള വാഹനങ്ങൾ അനായാസമായി ഓടിച്ചു പോകുന്നവരോട് അസൂയ തോന്നിയിട്ടുണ്ട്. ക്ഷിപ്രകോപികളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ശകാരവചനങ്ങൾ കേട്ടതിന് കണക്കില്ല. അപ്പോഴെല്ലാം വല്ലാതെ ചൂളിയിട്ടുണ്ട്.
ഉടുതുണി ഒഴിഞ്ഞു പോകുന്നതായി തോന്നിയിട്ടുണ്ട്, ഉള്ളാലെ നീറിയിട്ടുണ്ട്. ഇന്നോർക്കുമ്പോൾ ചിരി വരും. തുടരെ ഹോണടിച്ച ഒരു ടാങ്കർ ലോറിക്ക് സോയ വഴി ഒഴിഞ്ഞു കൊടുത്തു. ലോറി ഇരമ്പത്തോടെ കടന്നുപോയി. രാത്രിയിലെ പാതയാണ്. വളവുകളും തിരിവുകളും കയറ്റിറക്കങ്ങളുമുണ്ട്. കണ്ണു തെറ്റരുത്. ഒരു മുള്ളൻ പന്നി കുറുകെ ചാടിയത് ബ്രേക്കിൽ കാലമർത്താൻ സാവകാശം കിട്ടാതെയാണ്. എന്തോ ഭാഗ്യത്തിന് തട്ടിയില്ല. വെളുത്ത മുള്ളുകൾ എഴുന്നു കാണാവുന്ന കറുകറുത്ത ഉടലുമായി അത് പൊന്തയ്ക്കകമേ മറഞ്ഞു. പിന്നെയും തടസ്സം നേരിട്ടു. ഇപ്പോഴൊരു പെരുമ്പാമ്പ് പാത മുറിച്ചു കടക്കുകയായിരുന്നു. ഏതെങ്കിലും വാഹനം തൻ്റെ ഉടൽ ഛേദിച്ചേക്കാമെന്ന ആശങ്ക കൂടാതെ അത് മെല്ലെ ഇഴഞ്ഞു. ഹെഡ്ലൈറ്റ് വാരി വിതറുന്ന വെട്ടത്തിൽ അതിൻ്റെ ഉടലിലെ പുള്ളികൾ തിളങ്ങി. ബെന്നി കണ്ടില്ല, ഉറക്കത്തിലായിരുന്നു. സോയ സ്റ്റിയറിംഗ് വീലിനു നേർക്ക് ചാഞ്ഞ് പെരുമ്പാമ്പിന്റെ മന്ദഗതി നിരീക്ഷിച്ചു. അതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ബെന്നി ഉറക്കത്തിൽ എന്തോ പറഞ്ഞു. സോയ ചെവിയോർത്തെങ്കിലും വാക്കുകൾ സ്പഷ്ടമായില്ല. ഷാമ്പെയിൻ മാത്രമാണ് കഴിച്ചതെന്ന് മുൻപേ പറഞ്ഞതല്ലേ, അതിന്റെ ആവർത്തനമാണോ? കൊള്ളാം. പാമ്പ് പോയിക്കഴിഞ്ഞ് പാത തെളിഞ്ഞു കിട്ടിയതിനെ തുടർന്ന് സോയ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി മുന്നോട്ടെടുക്കാൻ തുടങ്ങവേ പൊടുന്നനെ ബെന്നി അവളുടെ ദേഹത്തേക്കു ചാഞ്ഞു. തിരുവസ്ത്രങ്ങളോടെ കാർമികൻ ജഡത്തിന്റെ കാൽക്കൽ വീണു. വിലാപഭവനം നിശബ്ദമായിരുന്നു. കർമ്മങ്ങൾ തുടങ്ങുകയായി. പനിനീർ വെഞ്ചരിപ്പിനും ചന്ദനത്തിരി വെഞ്ചരിപ്പിനും ശേഷം കാർമികൻ പാപികളുടെ നിത്യസങ്കേതവും സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനുമായ ദൈവത്തെ സ്തുതിച്ചു. 103-ാം സങ്കീർത്തനം ഈണത്തിൽ ഉരുവിട്ടു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസലോനിക്കാർക്കെഴുതിയ ലേഖനത്തിലെ തിരുവാക്യങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചു. മിശിഹായുടെ കൽപ്പനയാൽ ലോകം വിട്ടുപോയ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കാൻ പരിശുദ്ധ ദൂതന്മാർക്കായി അപേക്ഷിച്ചു. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനീ എന്ന പ്രബോധഗാനം പാടി മൃതശരീരത്തിന്റെ ചുറ്റും നടന്ന് ഓരോ വശത്തും 3 പ്രാവശ്യം വീതം വിശുദ്ധ പനിനീർ തളിച്ചു. തദനന്തരം ധൂപം വീശി. നല്ല പോർ പൊരുതുകയും ഓട്ടം പൂർത്തിയാക്കുകയും വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്ത പരേതന്റെ ശിരസിൽ പുഷ്പമുടി ചാർത്തി. ഗീവർഗീസ് തന്റെ ജ്വല്ലറിയുടെ പേരിൽ ജഡത്തിനുമേൽ റീത്ത് സമർപ്പിച്ചു. ജീവന്റെ വെള്ളിച്ചരടറ്റുപോയ സ്നേഹിതനെ തെല്ലിട കണ്ണിമയ്ക്കാതെ നോക്കി. റീത്തുകളുമായി വേറെ ചിലരും നിൽപ്പുണ്ടായിരുന്നു. ചില കൈകളിൽ പൂവിതളുകൾ. ജഡം വീടിനോട് വിടവാങ്ങുന്ന മുഹൂർത്തമായി. നരന് ശാശ്വത ഭാഗ്യമരുളാൻ കഴിവില്ലാത്ത പാർപ്പിടമേ, ഞാൻ യാത്ര പറയുന്നു. ദൈവിക ഭവനം എന്നെ കാത്തിരിക്കുന്നു. നിത്യവിരുന്നിനായുള്ള അന്തിമ യാത്രയാണ്. അലിവോടെ എന്നെ ഓർക്കുക. വഴി ദീർഘമല്ല. കാർമികനായ ഇഗ്നേഷ്യസ് അച്ഛൻ വഴികാട്ടി എന്നോണം മുന്നിൽ നടന്നു. അനേകം പേർ പ്രാർത്ഥനകളോടെ പിന്തുടർന്നു. നിരത്തിൽ നിന്ന് ദേവാലയത്തിലേക്കുള്ള പടവുകൾ കയറി. ഒരു യാത്ര പറച്ചിലിന്റെ കൂടി നേരം. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയ ദേവാലയമേ, നിനക്ക് വന്ദനം. ഞാൻ എന്നെ കാത്തിരിക്കുന്ന സെമിത്തേരിയിലേക്ക് പോകുന്നു. പൊടിയിലേക്ക് മടങ്ങുന്നു. കാറ്റ് കബറിടങ്ങൾക്കുമേൽ ചുറ്റിത്തിരിഞ്ഞ് വീശുന്നുണ്ടായിരുന്നു. താനെ വളർന്ന പാഴ്സസ്യങ്ങളുടെ ഇലകളും പൂക്കളും കാറ്റേറ്റിളകി. മണ്ണിൽ പുഴുക്കൾ ഇഴഞ്ഞു. കറുത്ത വേഷം ധരിച്ച ഒരു സ്ത്രീ ഓടി വരുന്നത് മൃതശരീരത്തിനുമേൽ കുന്തുരുക്കമാടുകയായിരുന്ന ഇഗ്നേഷ്യസ് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കർമ്മങ്ങൾ സമാപിക്കാറായിരുന്നു. ഇനി പെട്ടി മൂടാം. അയ്യോ, മൂടല്ലേ! ഓടിയടുക്കുന്നതിനിടയിൽ സ്ത്രീ നിലവിളിച്ചു. അതാരെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇഗ്നേഷ്യസ് അച്ഛൻ കൈക്കാരനായ കൊച്ചന്തോണിയോട് ചോദിച്ചു. ഗീവർഗീസ് പോളിയോട് ചോദിച്ചു. പോളി റോസക്കുട്ടിയോട് ചോദിച്ചു. റോസക്കുട്ടി സോയയോട് ചോദിച്ചു. ഒരാൾക്കുപോലും അറിഞ്ഞുകൂടായിരുന്നു. പനിനീരിനാൽ കഴുകപ്പെട്ട് മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതായി തീർന്ന ജഡം പ്രാർത്ഥനകളുടെ പ്രസാദത്തിൽ ഉദ്ധാനം കാത്തുകിടന്നു. സെമിത്തേരിയിൽ അപ്പോൾ സന്നിഹിതരായ ഏവർക്കും അപരിചിതയായ കറുത്ത വേഷത്തിലുള്ള സ്ത്രീ അന്ത്യചുംബനമർപ്പിക്കാൻ മുഖം താഴ്ത്തി. എന്നോട് ക്ഷമിക്കുക, വൈകിപ്പോയി, കുറച്ച് വൈകിപ്പോയി. മുന്നറിയിപ്പില്ലാതെ മഴ പെയ്തു തുടങ്ങിയത് അപ്പോഴാണ്. സെമിത്തേരിയിലുള്ള സമൂഹത്തെ മഴ ചിതറിച്ചു കളഞ്ഞു. 2 പശുക്കളുള്ളതിൽ ഒന്നിനെ മേയാൻ മാറ്റിക്കെട്ടുകയായിരുന്ന ചിന്നമ്മ
വീടിനു നേർക്കു വരുന്ന വാഹനം ഇഗ്നേഷ്യസ് അച്ഛൻ്റേതല്ലേ എന്ന് സംശയിച്ചത് ശരിയായി. എല്ലായ്പ്പോഴും എന്ന പോലെ ഡ്രൈവറുടെ ഇരിപ്പിടത്തിൽ കൊച്ചന്തോണിയാണ്. ചിന്നമ്മ പശുക്കളെ വിട്ട് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അച്ഛന് സ്തുതി പറയാനായി ഓടിച്ചെന്നു. പുൽപ്പുറത്ത് പശുക്കൾ മേച്ചിൽ തുടർന്നു. സോയ ഉമ്മറത്തേക്ക് വരുമ്പോൾ മക്കളായ മെൽവിനും ഈവ മരിയയും ഒപ്പമുണ്ടായിരുന്നു. ചാർച്ചക്കാർ ചിലർ അങ്ങിങ്ങായി നിന്നു. എനിക്ക് ടീച്ചറോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കണം, അതിനുവേണ്ടി വന്നതാ. മുറിയിലോട്ടിരിക്കാം. ചുമരലമാരകളിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന മുറിയാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. കുറച്ചെണ്ണം മേശപ്പുറത്തും ടീപ്പോയിലും. മേശയ്ക്കും ടീപ്പോയ്ക്കുമിടയിൽ ഒരു വേരുശില്പം. സോയ അച്ഛന് അഭിമുഖമായുള്ള പെഡസ്റ്റൽ ഫാൻ പ്രവർത്തിപ്പിച്ച് കേൾക്കാനൊരുങ്ങി. അച്ഛൻ്റെ വലംഭാഗത്തായി കൈക്കാരൻ. ജനലിനപ്പുറത്തെ ജാതി മരത്തിലിരുന്ന് ഒരു കാക്ക കരഞ്ഞു. ബെന്നിയുടെ ഒരു വാഗ്ദാനമുണ്ട്, പള്ളിയിലേക്ക് കുറച്ച് കാശ് തരാമെന്നേറ്റിരുന്നു. എനിക്കറിയില്ല ഫാദർ, എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാലും വാഗ്ദാനം പാലിക്കപ്പെടണമല്ലോ, കൊച്ചന്തോണി പറഞ്ഞു. തൻ്റെ മുഖതാവിലായിരുന്നു ബെന്നിയുടെ വാക്കുകൊടുപ്പെന്നുകൂടി അയാളിൽ നിന്ന് സോയ കേട്ടു. അതെ, സാക്ഷിയാണ്. ഇഗ്നേഷ്യസ് അച്ഛൻ ശിരസ്സനക്കി. സോയക്ക് ഉള്ളു നോവും പോലെയായി. നാഥ, ആഘാതത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. തുക എത്രയെന്ന് കൊച്ചന്തോണി പറയുന്നോ, അല്ല ഞാൻ പറയണോ? ഞാനായിക്കൊള്ളാം. ശരി, അങ്ങനെയാട്ടെ. സോയ കൊച്ചന്തോണിയുടെ മുഖത്ത് കണ്ണുനട്ടു. സംഖ്യാപുസ്തകം തുറക്കപ്പെടുന്നു. മെൽവിനും ഈവ മരിയയും വെളിയിലാണ്. അമ്മയുടെ ഞടുക്കം അവർ കാണുന്നില്ല. പകൽ വേല ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാറുള്ള ചിന്നമ്മ 2 ചായക്കോപ്പകളുമേന്തി വന്നത് അല്പനേരം കഴിഞ്ഞാണ്. പുസ്തകങ്ങളുടെ സൂക്ഷിപ്പുമുറിയിൽ അവൾ ഇഗ്നേഷ്യസ് അച്ഛനെയോ കൈക്കാരനെയോ കണ്ടില്ല. പോയി, സോയ അറിയിച്ചു. ചായ മക്കൾക്ക് കൊടുത്തേക്ക്. എന്തോ ചോദിക്കാൻ നാവെടുത്ത ചിന്നമ്മയെ സോയ കൈകാണിച്ച് വിലക്കി. വേണ്ട, ഒന്നും ചോദിക്കേണ്ട. പിറ്റേന്ന് കറുത്തൊരു പാറക്കല്ലിലിരുന്ന് ഇഗ്നേഷ്യസ് അച്ഛൻ വൈകുന്നേരത്തെ ഒഴുക്കു കുറഞ്ഞ പുഴയെ നോക്കുമ്പോൾ കുശിനിക്കാരൻ ഈനാശുവിൻ്റെ പക്കലെ ഡപ്പിയിൽ നിന്ന് പിടയുന്ന ഒരു മണ്ണിരയെടുത്ത് ചൂണ്ടലിൽ ശ്രദ്ധയോടെ കോർത്തു. അച്ഛൻ ചൂണ്ടച്ചരട് നീട്ടിയെറിഞ്ഞു. ചൂണ്ടൽ മണ്ണിരയുടെ പ്രലോഭനവുമായി വെള്ളത്തിലാഴ്ന്നു. 7 മണി കുർബാനയിലെ പ്രസംഗം കേട്ട് ചിലരുടെ കാതുപൊള്ളി. തീരും മുൻപേ നവവിധവ ഇറങ്ങിപ്പോയല്ലോ, മക്കളെയും കൂട്ടി. അഹമ്മതി. അതിൻ്റെ ശമ്പളം നാളെ. സെമിത്തേരിയിലേക്ക് എവിടുന്നോ വന്നവളെയും ചേർത്ത് പറയണം. സ്വഭാവ ദൂഷ്യക്കാരിയാണ്, ഒറ്റ നോട്ടത്തിലറിയാം. എങ്ങോട്ട് പോയോ ആവോ. നാളെയാകട്ടെ. കൊച്ചന്തോണിക്ക് വീണ്ടും കേൾക്കുന്നതായി തോന്നി. സൽകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരെയും ദൈവത്തോടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തവരെയും ഓർത്തോളൂ. നരകം വാപിളർന്ന് വിഴുങ്ങും. ഒരു സംശയവും വേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. ദൈവം വലിയവനാകുന്നു. മൃതിയുടെ കൈപ്പറയും മുൻപ് ഒരാൾ പറഞ്ഞ വാക്ക് പാലിക്കുകയെന്നത് ഉറ്റ ബന്ധുക്കളുടെ കടമ. മൃതിപ്പെട്ടയാൾ മരണാനന്തര സൗഖ്യം പ്രാപിക്കാതെ മണ്ണിൽ അഴുകിപ്പോകട്ടെ എന്ന് കരുതുന്നവർ ഇവിടെയുണ്ട്. അന്തിമവിധി നാളിൽ അവർ ഉണരാനുള്ള കാഹളനാദം കേൾക്കില്ല. ഉറപ്പായും അവരാരും ഉണരില്ല. ചൂണ്ടച്ചരടിലെ പൊന്തിന് പൊടുന്നനെ അനക്കം വെച്ചു. ഈനാശു അതിനു നേരെ കൈ ചൂണ്ടി. ഇളകുന്ന ചൂണ്ടച്ചരട് തൽക്ഷണം വായുവിലുയർന്നു. മുഴുത്തൊരു വാള ജലഗണങ്ങൾ അതിനെ ചുറ്റി മിന്നി. അവിടേക്ക് സോയ കാറോടിച്ചെത്തിയത് കൊച്ചന്തോണി ചൂണ്ടലിൽ നിന്ന് വിടുവിച്ച വാള ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ തുടിക്കുമ്പോഴായിരുന്നു. പുഴയിൽ അനേകമുണ്ട് വാളകൾ, മഞ്ഞക്കൂരികളുമുണ്ട്. കൊച്ചന്തോണി ഇത്തവണ ഇരകോർത്തത് മഞ്ഞക്കൂരിക്കായാണ്. വാളയുടെ സ്വാദൊന്ന്, മഞ്ഞക്കൂരിയുടേത് വേറൊന്ന്. സോയ ഡോർ തുറന്നു. ഇഗ്നേഷ്യസ് അച്ഛൻ്റെ മുഖത്ത് ഇരുൾ വീണതുപോലെയായി. സോയ അടുത്തേക്കു ചെന്നു. എന്നോട് വല്ലതും പറയാനാണേൽ മേടയിലോട്ട് ചെല്ല്, ഞാൻ മീൻ പിടിക്കുക, കണ്ടുകൂടെ? ഇഗ്നേഷ്യസ് അച്ഛൻ തിടുക്കനെ ചൂണ്ടച്ചരട് പൊക്കി. അതിനൊപ്പം ചൂണ്ടലിലെ മണ്ണിരത്തുണ്ടവും ഉയർന്നു. ജലത്തിൽ പിന്നെയും പ്രലോഭനമായി. മാപ്പ് പറഞ്ഞേച്ചു പൊയ്ക്കോട്ടെ അച്ചോ. കൊച്ചന്തോണിയുടെ അനുനയം. മാപ്പ് പറയേണ്ടത് ഞാനോ? സോയ കാറിനു നേർക്കു തിരിഞ്ഞു. സോഫി, അതിങ്ങെടുത്തേ.
കയ്യിൽ ഏതാനും കടലാസ് ഷീറ്റുകളുമായി കാറിൽ നിന്നിറങ്ങിയ സോഫിയെ തിരിച്ചറിഞ്ഞപ്പോൾ കൊച്ചന്തോണിയുടെ കണ്ണുകളിലൊരു തിളക്കമുണ്ടായി. അവൾ സെമിത്തേരിയിൽ വിലാപത്തിനു വന്നപ്പോഴുള്ള അതേ വേഷത്തിലായിരുന്നു. സോയ ആർദ്രതയോടെ അവളുടെ ചുമലിൽ കൈചേർത്തു. അറിയില്ലായിരുന്നു സോഫിയെ. കൊതിച്ചെങ്കിലും ബെന്നിയുടെ ജീവിതത്തോട് ചേരാനാവാതെ എന്നോ അകന്നതാണ്. എന്നിട്ടും ഹൃദയത്തിൽ കൊണ്ടു നടന്നു. എനിക്കിപ്പോൾ സഹോദരി. മെത്രാൻ അയക്കാനുള്ള പരാതി തയ്യാറാക്കിയത് ഞങ്ങൾ ഇരുവരും ചേർന്നാണ്. എന്ത് സത്വര നടപടിയാണ് കൈക്കൊള്ളേണ്ടതെന്ന് മെത്രാൻ നിശ്ചയിക്കട്ടെ. ഇഗ്നേഷ്യസ് അച്ഛൻ അറിയാവുന്ന ഭാഷകളൊക്കെയും മറന്നതുപോലെ ഇരിക്കെ ചൂണ്ടച്ചരട് വലിഞ്ഞ് മുറുക്കം കൊണ്ടു. ഫാദർ ഓർക്കുന്നുണ്ടോ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിലെ 31-ാം വാക്യം? സോയ ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. സോഫി ഒന്ന് പറഞ്ഞേ. സുവിശേഷവാക്യം കേൾപ്പിക്കാനായി സോഫിയുടെ നാവനങ്ങി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.